Hello, good morning. Good morning, Miss. Good morning, ma'am. Morning, ma'am. Good ma'am. Yes, വായിച്ചു നോക്കിയോ എല്ലാവരും? നമ്മള് എടുത്ത ഭാഗത്തൊക്കെ നോട്ടൊക്കെ വായിച്ചു നോക്കിയല്ലേ? കുറച്ച് പ്രാവശ്യമൊക്കെ ഇങ്ങനെ വായിച്ച് നോക്കിയാൽ മതി. കാരണം അങ്ങനത്തെ ഒരു ടോപ്പിക്കുകളാണ്, വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ടോപ്പിക്കുകളായതുകൊണ്ട് കുറച്ചധികം വായിക്കുക. തന്നെ നമ്മൾക്ക് എന്തായാലും ഇതൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ, ഒരു ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നും. ഇത് കുറെയൊക്കെ നമുക്ക് കോമൺ ആയിട്ടുള്ള ഇന്റർവ്യൂസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളുമാണ് ഇതിനകത്ത്. ഒത്തിരി എല്ലാ ഓർഗനൈസേഷൻസിലും എംപ്ലോയീസിന് ആവശ്യം വരും, വേക്കൻസീസ് ഉണ്ടാകും. അപ്പൊ വേക്കൻസീസ് ഒക്കെ ഫില്ല് ചെയ്യണം. ആ വേക്കൻസീസ് ഫില്ല് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽസ് ഉൾപ്പെടെ ഒത്തിരി എന്താ പറയാ എംപ്ലോയീസിനെ റിക്വയർ ചെയ്യുന്ന അവസരങ്ങളിൽ അവർ എന്തൊക്കെയാ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് പഠിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നുള്ളൂ. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ജോബ് ആസ്പിരൻസിനെ കുറിച്ചിട്ട്, അതായത് നമ്മളുടെ ജോലി ആവശ്യമുള്ള ആളുകൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. ജോബ് ആസ്പിരൻസിന്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വേരി ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ചിലര് ഒരു അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മീഡിയാസിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റിലൂടെയോ ഒക്കെ എന്ത് ചെയ്യുക, ഒരു ജോലിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ അതിനെ പെട്ടെന്നൊക്കെ ചിലപ്പോ റെസ്പോണ്ട് ചെയ്യും. ചിലർ കുറച്ച് സമയം എടുക്കും, അതിന് മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പിടിച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ വൈവിധ്യമായിട്ടുള്ളത് കൊണ്ട് ഓരോരുത്തരും റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലും വ്യത്യാസമുണ്ട് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് അല്ലെ. ആൻഡ് അങ്ങനെ വരുമ്പോ ഇവർക്ക് നമ്മുടെ എന്താ പറയാ ഈ ഹോസ്പിറ്റൽസ് പോലെയുള്ള എല്ലാ ഓർഗനൈസേഷൻസിലും എംപ്ലോയീസിന് നമുക്ക് കൂടി ചെയ്യേണ്ടി വരുമ്പോ എത്ര നാളത്തേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ നമുക്ക് കൊടുക്കുന്ന ആപ്ലിക്കൻസിന്റെ കാൻഡിഡേറ്റ്സിന്റെ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നതിനുള്ള ഒരു ഡേറ്റും ഒക്കെ ഫിക്സ് ചെയ്യണം. അതുപോലെ തന്നെ അത് എത്ര ദിവസം കൊണ്ട് എന്താ പറയാ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ജോബ് ആസ്പിരൻസിൽ നിന്നും എന്ത് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഓൾ ദീസ് ആപ്ലിക്കേഷൻസ് വിൽ ബി കമ്പൈൽഡ് അല്ലെ. ഇതെല്ലാം കൂടി കളക്ട് ചെയ്ത് കമ്പൈൽ ചെയ്ത് വേരിയസ് എവിടെ നിന്നൊക്കെ ഏതൊക്കെ വിഭാഗങ്ങളിൽ നിന്ന് ഏതൊക്കെ സോഴ്സിൽ നിന്നൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഇതെല്ലാം കമ്പൈൽ ചെയ്തതിനു ശേഷം ഇറ്റ് വിൽ ബി കാറ്റഗറൈസ്ഡ് അക്കോർഡിംഗ് ടു ദ ഡെസിഗ്നേഷൻസ് in which department is this application necessary. ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഇന്ന ആപ്ലിക്കേഷൻസ് ആവശ്യമായിട്ടുള്ളത്, ഏത് വിഭാഗത്തിലേക്ക് നമുക്ക് ഇതിനെ കൊള്ളിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവര് മനസ്സിലാക്കി അതൊക്കെ കാറ്റഗറൈസ് ചെയ്ത് തരംതിരിച്ചൊക്കെ വെക്കും എന്നുള്ളതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അല്ലെ. അവിടെ വരെയൊക്കെ എല്ലാവരും വായിച്ചൊക്കെ നോക്കിയല്ലോ അല്ലെ. സോ നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ഷോർട്ട് ലിസ്റ്റിംഗ് ആണ് ഇനി. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നു, പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടു, ഫ്രം ഡിഫറെന്റ് സോഴ്സസ് ദേ ആർ അക്വയറിംഗ് ആപ്ലിക്കേഷൻസ് ഫ്രം ഡിഫറെന്റ് കാൻഡിഡേറ്റ്സ്. ഒത്തിരി ആളുകൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആ ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഇങ്ങനെ വാരിക്കൂട്ടി പെറുക്കി എന്താ പറയാ ഇത് കാറ്റഗറൈസ് ചെയ്ത് ഒക്കെ വെക്കണം. അപ്പോ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സ്പെസിഫിക് ക്രൈറ്റീരിയ ഷോർട്ട് ലിസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സം സ്പെഷ്യൽ ക്രൈറ്റീരിയ or also it is dependent upon some required parameters. ഒരു എന്തെങ്കിലും തരത്തിലുള്ള പരിധികൾ, ഒരു എന്തെങ്കിലും എന്താ പറയാ പ്രത്യേക കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ്, സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ക്രൈറ്റീരിയാസ് കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് ഷോർട്ട് ലിസ്റ്റിംഗ് ഒക്കെ നടത്താൻ സാധിക്കുള്ളൂ. അപ്പൊ ഷോർട്ട് ലിസ്റ്റിംഗ് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒത്തിരി ആപ്ലിക്കേഷൻസിൽ നിന്ന് നമ്മൾ ഇതിനെ ചുരുക്കിയെടുക്കുക എന്നുള്ളതാണ് അല്ലെ. ചുരുക്കിയെടുക്കണം എങ്ങനെയാ,
കുറെ ഉണ്ട്, കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് വേണ്ട എംപ്ലോയീസിന്റെ എണ്ണം ഇത്രയേ ഉള്ളൂ. പക്ഷെ കമ്പയർ ചെയ്യുമ്പോ അത് നമ്മൾ അതിന്റെ പ്രപ്പോർഷൻ എടുക്കുമ്പോ ഇത് ചിലപ്പോ 10, 20, 30 മടങ്ങ് ഇരട്ടി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടായിരിക്കും. സോ ഫ്രം ദാറ്റ് ഹോൾ ആപ്ലിക്കേഷൻസ്, അത്രയും വലിയ ഒരു വിഭാഗം ഡാറ്റയിൽ നിന്ന്, ആപ്ലിക്കേഷൻസിൽ നിന്ന് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സ്പെസിഫിക് ക്രൈറ്റീരിയ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻസിൽ ഇവർ വരുത്തിയിട്ടുണ്ടാകും. അതിനു വേണ്ടിയിട്ട് ഒത്തിരി പാരാമീറ്റേഴ്സ്, ഒത്തിരി പരിധികൾ അവർ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇറ്റ് മേ ബി ക്വാളിഫിക്കേഷൻ, അല്ലെ, ഇന്ന ക്വാളിഫിക്കേഷൻ, ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടണമെങ്കിൽ ഇന്ന ക്വാളിഫിക്കേഷൻ വേണം. അല്ലാതെ നമ്മളുടെ ക്വാളിഫിക്കേഷൻ എന്താന്ന് പറയലല്ലോ, അല്ലെ. ഇപ്പൊ ഏതെങ്കിലും ഒരു നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലാണോ, അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റിലാണോ, PRO അല്ലെ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഡിപ്പാർട്ട്മെന്റിലാണോ, അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ വേണം. അപ്പൊ ആ സ്പെസിഫിക് ക്രൈറ്റീരിയ അവിടെ എടുത്ത് പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ ആപ്ലിക്കേഷൻസ് എന്താ പറയാ എടുത്തിട്ട് ഡിസൈൻ ചെയ്ത് എവിടേക്ക് ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യണമെന്ന് നോക്കണ്ടേ. അങ്ങനെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കുന്നത്. സോ പാരാമീറ്റേഴ്സ് അവിടെ ഒത്തിരി ഉണ്ട്, ഒത്തിരി പരിധികൾ അവിടെ പറയുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ബേസ്ഡ്, ചിലതിനൊക്കെ 1 year എക്സ്പീരിയൻസ് മതിയായിരിക്കും, ചിലതിന് 2 years ചോദിക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ഒത്തിരി എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്, അബൌവ് 5 years എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. സോ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് അവരവിടെ വയ്ക്കും. ഇന്ന പരിധിയിൽ ഉൾപ്പെടുന്നവരാണ് ഇന്നതിന് അപ്ലൈ ചെയ്യേണ്ടത്. സോ അതനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ടത്. എക്സ്പീരിയൻസ് മാത്രമല്ല, സാലറി റേഞ്ച്, അവർ ഉദ്ദേശിക്കുന്ന ഒരു സാലറി റേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്ന ചില ആളുകൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ അവരുടെ ബയോഡാറ്റാസ്, CVs ഒക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ അവർ ഇതുകൂടി ഉൾപ്പെടുത്താറുണ്ട്. എക്സ്പെക്ടഡ് സാലറി ഇത്രയാണ്, ഇൻ ബിറ്റ്വീൻ ഇത്ര റേഞ്ചിലാണ്. ഇപ്പൊ 10,000, 20,000 ആകാം, അല്ലെങ്കിൽ 50,000, 75,000 ആകാം. ഓരോരുത്തരും അവരവരുടെ രീതിയിൽ അവരുടെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലെ. ഇഫ് യു ആർ ഹാവിംഗ് മോർ ക്വാളിഫിക്കേഷൻസ് ആൻഡ് ഓൾസോ ഇഫ് യു ആർ ഹാവിംഗ് മോർ എഫിഷ്യൻസി, നമുക്ക് നമ്മളുടേതായ കാര്യക്ഷമത, നമ്മളുടേതായ ക്വാളിഫിക്കേഷൻ എത്രത്തോളം ഉണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ വി ക്യാൻ ഓൾസോ ഡിമാൻഡ് അവർ സാലറി. നമുക്കും അതിന്റെ സാലറി ഡിമാൻഡ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്, ഒരു അവകാശമുണ്ട്. അപ്പൊ അതുപോലെ ആ സാലറി റേഞ്ച്, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ സാലറിനെയൊക്കെ, അല്ലെങ്കിൽ ഇത്തരം ക്വാളിഫിക്കേഷൻസിനെയൊക്കെ എന്താ പറയാ പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ടെസ്റ്റിമോണിയൽസ് എന്ന് വെച്ചാൽ സാക്ഷ്യപത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്, പിന്നെ അവരുടെ ജോയിനിങ് ടൈം, ഒത്തിരി കാര്യങ്ങൾ, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ, വയസ്സൊക്കെ അറിയണമല്ലോ, ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ ഈ പറയുന്ന ഏജിലുള്ള ആൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കൺസിഡർ ചെയ്യണമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് ദ കാൻഡിഡേറ്റ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പൊ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടുള്ള പാരാമീറ്റേഴ്സ് ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, ഷോർട്ട് ലിസ്റ്റിംഗ് ചെയ്യുന്നതിന് എളുപ്പത്തിലാക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്ത് ആപ്ലിക്കേഷൻസിൽ അവർ വെക്കാൻ പറഞ്ഞിരിക്കും. ആൻഡ് ഓൾസോ വീണ്ടും ഓരോ ഓർഗനൈസേഷൻസ് ദേ ക്യാൻ ഫിക്സ് മോർ പാരാമീറ്റേഴ്സ്, കൂടുതൽ പാരാമീറ്റേഴ്സ് ചിലപ്പോൾ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം. ആൻഡ് ഓൾസോ അങ്ങനെ കൂടുതൽ പാരാമീറ്റേഴ്സ് ആഡ് ചെയ്താലുള്ള കുഴപ്പം എന്താണെന്നറിയോ, ഇറ്റ് ഈസ് വെരി ഈസി ടു ഷോർട്ട് ലിസ്റ്റ് ഫ്രം മെനി ആപ്ലിക്കേഷൻസ്. ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നിന്ന് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. എന്ന് വെച്ചാൽ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ അത്തരം എന്താ പറയാ പരിധികൾ വെക്കുമ്പോ അങ്ങനെ ആ പരിധികൾക്ക് അപ്പുറമുള്ളവരോ ആരും ചിലപ്പോ, അല്ലെങ്കിൽ ആ പരിധിയിൽ പെടാത്ത ആൾക്കാർ അപ്ലൈ ചെയ്യില്ല. ദാറ്റ് മീൻസ് ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് വിൽ ബി ലെസ്സൻഡ്, കുറഞ്ഞിരിക്കും. അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയും. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ അവർ അതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് വരുമ്പോൾ ആളുകളുടെ അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം കുറയും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞാൽ ഇറ്റ് ഈസ് ഈസി ടു ഷോർട്ട് ലിസ്റ്റ് ഫ്രം ദാറ്റ് ഗിവൺ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ്. അത്തരം കിട്ടിയ ആപ്ലിക്കേഷൻസിന്റെ എണ്ണത്തിൽ ഇത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ആൻഡ് ഓൾസോ it will be simple and it will be very clean, and also they can select perfect candidates. മാത്രമല്ല ഇതിൽ നിന്ന് ഇവർക്ക് ആ ഷോർട്ട് ലിസ്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയും എടുക്കാം. കാരണം ഒരുപാട് കൂടുതൽ ഇപ്പൊ ഇവിടെ പറഞ്ഞു ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, അവരുദ്ദേശിക്കുന്ന സാലറി റേഞ്ച്, അവരുടെ ജോയിനിങ് ടൈം, അവരുടെ മറ്റ് ടെസ്റ്റിമോണിയൽസ് എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ അത്, ഇതെല്ലാത്തിനും പുറമെ മറ്റേതെങ്കിലും തരത്തിലുള്ള പാരാമീറ്റേഴ്സ് കൂടി വി ആർ ഇൻക്ലൂഡിങ്. അപ്പൊ അങ്ങനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ദ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് റിസീവ്ഡ് വിൽ ബി ലെസ്. കാരണം കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പരിധികളാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇപ്പൊ ഇത്രയും കാര്യം മാത്രം പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോ ഇഷ്ടംപോലെ ആളുകൾ അപ്ലൈ ചെയ്യും. പക്ഷെ ഇനിയും കൂടുതൽ ആ ഓർഗനൈസേഷൻ, ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽസിലേക്ക് റിക്വയർ ചെയ്യുന്ന എംപ്ലോയീസിന് വേണ്ട ചില പാരാമീറ്റേഴ്സ് കൂടി അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഉൾപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് ഇറ്റ് ഈസ് ഈസി, ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനും ഈസിയാണ്. പെർഫെക്റ്റ് കാൻഡിഡേറ്റിനെ നമുക്ക് കണ്ടെത്തി അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഇന്റർവ്യൂസ് ചെയ്യാനും എളുപ്പമാണ്. ഇറ്റ് മേക്സ് ദാറ്റ് ടാസ്ക് സിമ്പിൾ ആൻഡ് ഈസി.
അങ്ങനെ വരുമ്പോൾ ആ ടാസ്ക്, ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ടാസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിൾ ആൻഡ് ഈസി ആക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ അത്രയും പറഞ്ഞത്? കുറച്ച് വലിയ സെന്റൻസുകളോ അല്ലെങ്കിൽ ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലായി എങ്കിൽ മാത്രമേ അവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എക്സാമ്പിളിൽ നിന്ന് ഞാൻ തുടങ്ങാൻ പോകുന്നുള്ളൂ. ഓക്കെ, അത്രയും വരെയും കുഴപ്പമില്ലല്ലോ? യെസ്. ഇവിടെ അവര് നമുക്കൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദേ ഹാവ് ടു ഇന്റർവ്യൂ സം കാൻഡിഡേറ്റ്സ്, കുറച്ച് ആൾക്കാരെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത് ഷോർട്ട് ലിസ്റ്റിൽ നിന്നും ഒക്കെ എടുക്കണമെന്ന് വിചാരിക്കാം. അത് ഒരുപാട് എണ്ണം നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ടീഡിയസ് ടാസ്ക്, അല്ലെങ്കിൽ ഒരു ഹെർക്കുലിയൻ ടാസ്ക് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. ഹെർക്കുലിയൻ ടാസ്ക് എന്ന് കേട്ടാൽ ഒരു ഇഡിയമാണ്. കാരണം അതെന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, പറ്റാത്ത ഒരു വലിയ ജോലി, ഒരു ഭയങ്കര കഴിച്ചാൽപ്പെട്ടാത്തതെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു ജോലിയായി. ഹെർക്കുലിയൻ ടാസ്ക് അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ടീഡിയസ് ടാസ്ക് ഓർ ഹെർക്കുലിയൻ ടാസ്ക് എന്ന് നമ്മൾ പറയും. കാരണം വെച്ചാൽ ഇത്രയും വലിയ എന്താ പറയാ ആപ്ലിക്കേഷൻസ് വന്നിരിക്കുന്നു. എന്നാൽ അവർക്ക് വേണ്ടത് ഒരു 15 നമ്പർ ഓഫ്, എക്സാമ്പിൾ അങ്ങനെയാ പറയുന്നത്, റിക്വയർ ഓൺലി 15 നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്. അവിടെ നമുക്ക് ഒരു എംപ്ലോയീസിന്റെ ഒഴിവുകൾ 15 എണ്ണമാണ്. ആ 15 പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ അഡ്വർടൈസ് ചെയ്യുന്നു. ഏതെങ്കിലും രീതിയിൽ ചിലപ്പോ മാനേജ്മെന്റ് സ്റ്റാഫിനെ അറിയിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ വാക്കിൻ ഇന്റർവ്യൂ രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടായിരിക്കാം. ഏത് ത്രൂ ആണെങ്കിലും, ഏത് രീതിയിൽ, ഏത് ചാനലിലൂടെ ആണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ മറ്റു പബ്ലിക്കിലേക്ക് ഇൻഫോം ചെയ്യുന്നു. Then if they require only 50 numbers, 15 പേരുള്ളൂ. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് 15 പേര് നമുക്കിവിടെ അപ്ലൈ റിക്രൂട്ട് ചെയ്യാനുള്ളൂ. പക്ഷേ if they receive 700 number of applications, 1,700 ആപ്ലിക്കേഷൻസ് കാൻഡിഡേറ്റ്സ് വെച്ചിരിക്കുകയാണ്, കിട്ടിയിരിക്കുകയാണ്. പല സോഴ്സിൽ നിന്നും നമുക്ക് കിട്ടിയത് വായിച്ചു നോക്കി കഴിഞ്ഞപ്പോ 1,700 ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ 700ഓളം ആപ്ലിക്കേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ വായിച്ചു നോക്കി അതിന്റെ ടെസ്റ്റിമോണിയൽസും അവരുടെ എക്സ്പീരിയൻസുകളും അവരുടെ ഈ എന്താ പറയാ അവരുടെ ഏജ് ഇതൊക്കെ കൺസിഡർ ചെയ്ത്, ഇതൊക്കെ പാരാമീറ്റർ ആണെങ്കിൽ കൺസിഡർ ചെയ്ത് എഫിഷ്യൻസി, അവരുടെ മറ്റ് ക്വാളിഫിക്കേഷൻസ്, ഇവരുടെ അവർക്ക് ഇഷ്ടമുള്ള ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യമൊക്കെ നമ്മൾ ഈ ബയോഡാറ്റാസും ആപ്ലിക്കേഷൻസും ഒക്കെ നോക്കി മനസ്സിലാക്കണ്ടേ? വെറുതെ കൊണ്ടുപോയി കിട്ടിയതിൽ നിന്ന് ആദ്യത്തെ 15 കൊടുത്തത് ബാക്കി കൊണ്ട് വേസ്റ്റ് ബിന്നിൽ ഇടാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ സോ വി ഹാവ് ടു റെഫർ ഓൾ ദീസ് ആപ്ലിക്കേഷൻസ്, ദെൻ ഓൺലി വി ക്യാൻ മേക്ക് സം ഡിസിഷൻസ്. ആരെ ചൂസ് ചെയ്യണമെന്ന് അത് കഴിഞ്ഞിട്ട് അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു RMOന്റെ പോസ്റ്റ്, RMO എന്ന് പറഞ്ഞാൽ റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ ആണ്. അങ്ങനെ ഒരു RMOന്റെ പോസ്റ്റിലേക്ക് ഒരു എന്താ പറയാ ആപ്ലിക്കേഷൻസ് സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എത്ര എണ്ണം വേണം, എത്ര എണ്ണമാണ് നമുക്ക് വേണ്ടത്, അത് എന്ന് പറയുന്നത് നമുക്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാ പറയണേ. ഒരുപാടുണ്ടായിരിക്കും ആസ്പിരൻസ്, ജോബ് ആസ്പിരൻസ് ഒരുപാടുണ്ടാകും, ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവര്. അപ്പൊ ഇവരുടെയൊക്കെ ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി എ വേസ്റ്റ് ഓഫ് ടൈം. ഇറ്റ് വിൽ ബി എ ടൈം കൺസ്യൂമിങ് ടാസ്ക്. മാത്രമല്ല ഒത്തിരി സമയം എടുക്കും, വേസ്റ്റ് ഓഫ് ടൈം ആണ് അല്ലെ. ഇവരെയൊക്കെ വിളിച്ചിട്ട് അതിന്റെ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുക, എങ്ങനെ നടക്കാനാ അല്ലെ, ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ പറയുന്ന ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു എന്താ പറയാ, നമുക്ക് എത്ര ആളുകളാണോ വേണ്ടത്, എംപ്ലോയീസ് ആണോ വേണ്ടത്, അതിന് ഒരു പാരാമീറ്റേഴ്സ് അവർ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്ന ആളുകളെ മാത്രം എടുത്ത് അത് ഒരു എന്താ പറയാ ഒരു 40-45 അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന എത്ര എംപ്ലോയീസ് ആണോ വേണ്ടത് അതിന്റെ ഒരു 4 ടൈംസ്. ഇപ്പൊ 15 പേരാണെങ്കിൽ അതിന്റെ 4 ടൈംസ്, ദാറ്റ് മീൻസ് 60 അല്ലെ. അപ്പൊ ആ രീതിയിൽ ഒരു 4 ടൈംസ് അല്ലെങ്കിൽ ഒരു 3 ടൈംസ്, 3 ഇരട്ടിയോ 4 ഇരട്ടിയോ എണ്ണമായിട്ട് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ എടുത്താൽ മാത്രമാണ് അവരെ മാത്രം ഇന്റർവ്യൂ ചെയ്ത് ഇന്റർവ്യൂ പാനൽ ക്യാൻ ഡിസൈഡ് whom to be selected. അങ്ങനെ അത്രയും നിന്ന് ചുരുക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുത്ത് എന്ത് ചെയ്യേണ്ടി വരും? ഇന്റർവ്യൂ പാനല് ഇന്റർവ്യൂസ് ഒക്കെ നടത്തി ആ പറയുന്ന പാരാമീറ്റേഴ്സിന്റെ ഒക്കെ രീതിയിൽ അവർക്ക് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്ത് അവരിൽ നിന്ന് സെലക്ഷൻസ് നടത്താൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റിംഗ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ എന്താണ് ഷോർട്ട് ലിസ്റ്റിംഗ് എന്ന്? മനസ്സിലായോ? എക്സാമ്പിൾ അടക്കം നമുക്ക് തന്നിട്ടുണ്ട്. സോ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ക്ലിയർ ആകും. ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയാ പാരഗ്രാഫ്. എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് ഷോർട്ട് ലിസ്റ്റിംഗിന്റെ സമയത്ത്, ഏതൊക്കെ പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഷോർട്ട് ലിസ്റ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം.
പാരാമീറ്റേഴ്സ് അവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, സാലറി റേഞ്ച്, ടെസ്റ്റിമോണിയൽസ്, പിന്നെ പേഴ്സണാലിറ്റി, ഓരോരുത്തരുടെ വ്യക്തിത്വം ഒക്കെ അതിലേക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇപ്പൊ നമ്മൾ ഒരു ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ ഏത് ലുക്കിൽ പോകണം അല്ലെ, ഏത് സ്റ്റൈലിൽ പോകണം എന്നൊക്കെ ഉണ്ട് അല്ലെ. ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതിന് ഒരു രീതിയൊക്കെ ഉണ്ട്. അത് ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഓൺ അവർ ഫേസിൽ മാത്രമല്ല, ആൻഡ് ഓൾസോ ഓൺ അവർ ഡ്രസ്സിംഗ് അല്ലെ. നമ്മൾ നമ്മുടെ ഡ്രസ്സിങ്ങില്, നമ്മുടെ സ്റ്റൈൽ ഓഫ് സ്പീക്കിങ്ങില് അല്ലെ, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഹൗ വി റിപ്ലൈ, ഇതൊക്കെ ഒരു വ്യക്തിത്വത്തെ തിരിച്ചറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ആളുകൾക്ക് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ കിട്ടും അതിൽ നിന്ന്. അപ്പൊ അതൊക്കെ നോക്കിയിട്ടായിരിക്കുള്ളൂ എടുക്കുക. അയച്ചു നോക്കാം. സിമ്പിൾ ആണ് കേട്ടോ, വെറുതെ നമുക്ക് വായിച്ച് മനസ്സിലാക്കി അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ ഇതുപോലെ തന്നെ ഈ പറയുന്ന കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് നമുക്കും ഒരു ഇന്റർവ്യൂലൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പൊ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇങ്ങനെയൊക്കെയാണ് അവര് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. പറഞ്ഞോട്ടെ, അടുത്തത് ഒരു പാരഗ്രാഫ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഷോർട്ട് ലിസ്റ്റിംഗിന്റെ ആദ്യത്തെ പാരഗ്രാഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ഇങ്ങനെ കുറെ പാരഗ്രാഫുകളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പതുക്കെ നിർത്തി ഇങ്ങനെ പോണേ. ഓക്കെ, മാത്രമല്ല കുറച്ച് ആളുകൾക്കൊക്കെ എക്സാംസ് ഉണ്ട്, അപ്പൊ അവരും ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാ. Okay, now we have already obtained or received the applications from different candidates. And അപ്പോൾ ഒത്തിരി ആളുകളൊക്കെ എന്താ പറയാ ഇന്റർവ്യൂസിന് വേണ്ടിയിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു. അത് ഏതൊക്കെ സോഴ്സിൽ നിന്നാണോ ഇതെല്ലാം കമ്പയർ ചെയ്തു. അത് അതിന്റെ ഡെസിഗ്നേഷൻസും പാരാമീറ്റേഴ്സും ഒക്കെ അനുസരിച്ച് അതൊക്കെ ഡിവൈഡ് ചെയ്ത് വെച്ചു. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ പറയുന്ന ആളുകളിൽ നിന്നൊക്കെ നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ സ്വീകരിച്ചു വെച്ചിട്ട് അവർക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ആപ്ലിക്കേഷൻസ് സ്വീകരിച്ചേക്കണേ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ഇറ്റ് ഈസ് ടു ഡിസൈഡ് ദ ഇന്റർവ്യൂ ഡേറ്റ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്റർവ്യൂവിന്റെ ഡേറ്റ് തീരുമാനിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്റർവ്യൂവിന്റെ ഡേറ്റ് തീരുമാനിക്കുമ്പോൾ ഡ്യൂ കൺസിഡറേഷൻ ഈസ് നോട്ട് ഗിവൺ ടു ദ അവൈലബിലിറ്റി ഓഫ് ദ ജോബ് ആസ്പിരൻസ്. ഇങ്ങനെ ഇന്റർവ്യൂവിനൊരു ഡേറ്റ് തീരുമാനിക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ജോബ് അന്വേഷിക്കുന്നവർക്ക് അവരുടെ അവൈലബിലിറ്റി, അവർക്ക് സൗകര്യമുണ്ടോ എന്ന് അന്വേഷിക്കാറില്ല. അത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, എന്തുകൊണ്ട് ഇന്ന ഡേറ്റിൽ കൊണ്ടുപോയി ഇന്റർവ്യൂ വെച്ചു, എനിക്ക് അതിലും വലിയ കാര്യം ഇതുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒരു എന്തെങ്കിലുമൊക്കെ പഠിച്ച് ക്വാളിഫൈഡ് ഉള്ള ആളുകളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ആ ഇതിന് ഉതകുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അത് അത്രയും ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഏത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വന്നാലും വി ഹാവ് ടു അറ്റൻഡ് ദാറ്റ് പർട്ടിക്കുലർ ഇന്റർവ്യൂ. നമ്മൾ അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ട് പോസ്റ്റ്പോൺ ചെയ്തതിന് ശേഷം ആ ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെയെങ്കിലും പങ്കെടുക്കാനായിട്ട് നമ്മൾ നോക്കും. അതുകൊണ്ടാണ് ഏത് ഓർഗനൈസേഷനും, ഹോസ്പിറ്റൽസ് മാത്രമല്ല ഏത് ഓർഗനൈസേഷൻസും വൈൽ ദേ ആർ ഫിക്സിംഗ് ദ ഇന്റർവ്യൂ ഡേറ്റ്, ഇന്റർവ്യൂവിന്റെ ഒരു ഡേറ്റ് തീരുമാനിക്കുമ്പോൾ ദേ ആർ നോട്ട് ഗോയിങ് ടു decide how whether the job aspirants will be available on that particular date. അങ്ങനെ ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാർ ഇന്റർവ്യൂവിന് വരുമോ ഇല്ലേ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവരുടെ സൗകര്യത്തിന് they can fix the interview date. അപ്പൊ അവർ എന്ത് ചെയ്യുന്നു, ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. ആൻഡ് ദ ജോബ് ആസ്പിരൻസ് അവരാണ് എന്ത് ചെയ്യേണ്ടത്, they have to keep out of all the other things. മറ്റെല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. കീപ്പ് ഔട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ മാറ്റി വെക്കുക എന്നാണ്. മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഇന്റർവ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്, അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മളാണ് ശ്രമിക്കേണ്ടത്. ആ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കേണ്ടത് ആരാ, ജോബ് ആസ്പിരൻസ് ആണ്. മോഹിക്കുന്നവർ, ജോലി അന്വേഷിക്കുന്നവർ, മോഹിക്കുന്നവര് അവരാണ് ഏത് കാര്യവും മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം they have to attend the interview. അവർ ചെയ്തോളും. അത് മിക്കവാറും എല്ലാവരും അങ്ങനെയൊക്കെയാണ് ചെയ്യും. ഇപ്പൊ നമ്മൾ PSC പരീക്ഷകളൊക്കെ ഉണ്ട് അല്ലെ, നമുക്ക് അയ്യോ അതിനേക്കാളും വലുത് എന്റെ ഒരു വലിയ അടുത്ത ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ കല്യാണം വന്നിരിക്കുന്നു, ആ ഡേറ്റിൽ എന്നെ കൊണ്ടുപോയി PSC പരീക്ഷ വെച്ചല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ മാറിക്കുവോ, ചെയ്യോ? ഇല്ല. നമ്മൾ എത്രയും അതിയായി ആഗ്രഹിക്കുന്നു ആ ഒരു ജോലി എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ കല്യാണം അവിടെ മാറ്റി വെച്ചിട്ട് തീർച്ചയായിട്ടും നമുക്ക്
PSC പരീക്ഷ തന്നെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്കത് കിട്ടേണ്ടതാണ്. കാരണം അത് അത്രയും ഞാൻ ബാഡ്ലി ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്കത് വേണമെന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റി വെച്ചിട്ട് ആ ഒരു എക്സാമിൽ പങ്കെടുക്കാൻ പോകും അല്ലെ. അപ്പൊ അതുപോലെയാണ് ഇന്റർവ്യൂസിലും ആരുടെ ജോബ് അന്വേഷിക്കുന്ന ആളുകളുടെ സൗകര്യമോ അവരുടെ ഡേറ്റോ ഒന്നും നോക്കിയിട്ടല്ല, ഡേറ്റിംഗ് ഒന്നും ചോദിച്ചിട്ടല്ല ഈ ഒരു ഇന്റർവ്യൂവിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുക. ആൻഡ് ജോബ് ആസ്പിറൻസ് ഹാവ് ടു ഫൈൻഡ് ഔട്ട് their own time by keeping out all other things. മറ്റെല്ലാ കാര്യവും ഉപേക്ഷിച്ചിട്ട് മാറ്റി വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യണം, ഇന്റർവ്യൂവില് പങ്കെടുക്കേണ്ടതുണ്ട്. ആൻഡ് ദ ഇന്റർവ്യൂ പാനൽ വിൽ ബി അവൈലബിൾ. ഇന്റർവ്യൂ പാനൽ ആരൊക്കെ ആയിരിക്കണമെന്ന് it has to be decided by the HR manager. ഹ്യൂമൻ റിസോഴ്സ് മാനേജർ അതിന് വേണ്ടിയിട്ട് ആരൊക്കെയായിരിക്കണം ഇന്റർവ്യൂവില് വേണ്ടത്, ഇന്റർവ്യൂ പാനലിന് വേണ്ടത് എന്നുള്ളതൊക്കെ അവരാണ് തീരുമാനിക്കാറ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആയിരിക്കും. ആൻഡ് അതിന് വേണ്ടിയിട്ട് they have to make some confirmations from the panel. ഈ ഇന്റർവ്യൂവിൽ ആരൊക്കെ വരും എന്നുള്ളതിന്റെ കൺഫർമേഷൻ ഒക്കെ വാങ്ങിക്കണം HR മാനേജർ. അല്ലാതെ ഓടി വന്നിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ട് അവരെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയല്ല, അന്നേരമല്ല, അത് നേരത്തെ കൂട്ടി തയ്യാറാക്കി വെച്ചിട്ടാണ് HR മാനേജർ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്ക് അത്രയും വലിയ എന്താ പറയാ ജോലികളും റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. ഒരു ഓർഗനൈസേഷനിൽ, നമ്മുടെ ഹോസ്പിറ്റൽസിലായിക്കോട്ടെ മറ്റേത് ഓർഗനൈസേഷനിലായിക്കോട്ടെ, ഒരു എംപ്ലോയിനെ നമുക്ക് അവിടെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നടക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതില് കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഇന്റർവ്യൂ പാനൽ ആരാണെന്ന് ഡിസൈഡ് ചെയ്യണം, അവരുടെ ഡേറ്റുകൾ നോക്കിയിട്ട് അത് ഫിക്സ് ചെയ്യണം. ആൻഡ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം they have to make the informations to the job aspirants. ഇതിനെ കുറിച്ച് job aspirants നെ അറിയിക്കണം. They have to send also the call letters to the job aspirants. ഇനി മാത്രമല്ല, ഇവർക്കൊക്കെ ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ട ആൾക്കാരൊക്കെയാണെന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ കോൾ ലെറ്റേഴ്സ് അയക്കണം. ഇതൊക്കെ ചെയ്യണം. ഓക്കെ, ഇനി കൺഫർമേഷൻ മേടിച്ചു, ഇന്ന ആൾ വരാന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ, മറ്റൊരാളെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി അതൊന്നും കൂടി കൺഫേം ചെയ്യണം, റീകൺഫർമേഷൻ ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരാന്ന് പറഞ്ഞു എന്നുള്ളത് ഓക്കെ, പക്ഷെ അത് എന്താ പറയാ കുറച്ചുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വീണ്ടും ഒന്ന് ചോദിച്ചിട്ട് മനസ്സിലാക്കി വെക്കണം. അതൊക്കെ എഴുതിയൊക്കെ വായിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതി സൈൻ ചെയ്ത് അതിന്റെ ഡേറ്റിലാണെങ്കിൽ അതൊക്കെ വായിക്കണം. അതടുത്ത തൊട്ടടുത്ത കാര്യത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇന്റർവ്യൂ പാനൽ എന്തൊക്കെയാ ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് എന്താ പറയാ ഷോർട്ട് ലിസ്റ്റിംഗില് മറ്റു കാര്യങ്ങൾ, അതായത് നമ്മളുടെ ഷോർട്ട് ലിസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെയാണ്. ആപ്ലിക്കേഷൻസ് ഒക്കെ റിസീവ് ചെയ്തു, അതൊക്കെ ഡെസിഗ്നേഷൻ അനുസരിച്ച് പാരാമീറ്റേഴ്സ് അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്റർവ്യൂവിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യലാണ്. ഇന്റർവ്യൂവിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ ജോബ് ആസ്പിറൻസിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ടല്ല ചെയ്യുന്നത്. ഇൻസ്റ്റഡ് അതിന് പകരം എന്ത് ചെയ്യണം, ജോബ് ആസ്പിറൻസ് ഹാവ് ടു കീപ് എവറിതിങ് ഔട്ട്. മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് they have to attend the interview as and when required. എപ്പോഴാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ കൃത്യസമയത്ത് അത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇന്റർവ്യൂ വേണ്ട ഇന്റർവ്യൂ പാനൽസിനെ സെലക്ട് ചെയ്യുന്നതും HR മാനേജർ ആണ്. അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അത് മാത്രമല്ല അവർ ചെയ്യേണ്ടത് they have to make informations to the job aspirants. അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ജോബ് ആസ്പിറൻസിന് കൊടുക്കണം, കോൾ ലെറ്റേഴ്സ് സെൻഡ് ചെയ്യണം, ആൻഡ് ഓൾസോ റീകൺഫർമേഷനും ചോദിക്കണം ഇന്റർവ്യൂ പാനലിന്റെ. ഇതെല്ലാം എന്താ പറയാ ആവശ്യത്തിന് ഈ കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇന്റർവ്യൂ പാനലിനെയും അത് സമയാസമയങ്ങളൊക്കെ അറിയിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിംഗിൽ വന്നിരിക്കുന്നത്. ആ ഒരു പാരഗ്രാഫ് കൂടി ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലായോ വായിച്ചിട്ട്? ഓക്കെ, അടുത്തത് പറയട്ടെ. ഇന്റർവ്യൂ പാനൽ ആണ് അടുത്തത്. ഇന്റർവ്യൂ പാനൽ. അപ്പൊ
നമ്മൾ എന്ത് ചെയ്തു? ആപ്ലിക്കേഷൻസ് സ്വീകരിച്ചു, ഡെസിഗ്നേഷൻസ് അനുസരിച്ച് അതിനെ കാറ്റഗറൈസ് ചെയ്തു. നെക്സ്റ്റ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു? അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇന്റർവ്യൂവിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് ഇൻഫോംഡ് ടു ദ ഇന്റർവ്യൂ പാനൽ. അതിന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ പാനലിലേക്ക് സംഘടിപ്പിച്ചു, അതൊക്കെ നിരത്തി, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻസ് ഒക്കെ അവരിൽ നിന്ന് സ്വീകരിച്ച് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം ഹ്യൂമൻ റിസോഴ്സ് മാനേജർ അതെല്ലാം ചെയ്തതിന് ശേഷം കോൾ ലെറ്റേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ അയക്കേണ്ട പരിപാടികളൊക്കെ ഇവര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസിഷൻസ് എടുത്തു. ആൻഡ് ഇനി എന്താണ്? ഇന്റർവ്യൂ പാനൽ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്റർവ്യൂ പാനലിലെ ഹ്യൂമൻ റിസോഴ്സ് കണ്ടെത്തി അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ അവർക്ക് കൺഫർമേഷൻ വേണ്ടിയിട്ട് അവരിൽ നിന്നും കാര്യങ്ങളൊക്കെ സ്വീകരിക്കണം. സോ ബിഫോർ ദേ ആർ ഫൈനലൈസിംഗ് ദ ഇന്റർവ്യൂ പാനലിനെ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ അതിനു മുമ്പ് അവർ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇന്റർവ്യൂ പാനലിനെ സമീപിച്ച് അവരുടെ കൺഫർമേഷൻ വാങ്ങിക്കണം. പക്ഷേ ബിഫോർ ദാറ്റ് അതിന് മുമ്പ് ചെറിയൊരു കാര്യം വേറെ നടക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? they have to find out in which category the appointment or the interview is to be scheduled. അതായത് നമ്മൾ ഏത് കാറ്റഗറിയിലേക്കുള്ള ഇന്റർവ്യൂ ആണ് നടത്താൻ പോകുന്നത് എന്നുള്ളത് അതിനു മുമ്പ് തീരുമാനിക്കണം. ഇപ്പൊ അവിടെ ഉദാഹരണം പറയുന്നത്, ഒരു ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഹൗസ് കീപ്പിംഗിലെ ഒരു സ്റ്റാഫ് മെമ്പറിന് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കുറച്ച് സ്റ്റാഫ് മെമ്പേഴ്സിന് ആവശ്യമുണ്ട്. ഹൗസ് കീപ്പിംഗ് എന്തിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റാ? ഓർമ്മയുണ്ടോ? ഹൗസ് കീപ്പിംഗ് എന്തിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റാ? പറയേ. അതെ, ടു കീപ് ദ ഹോസ്പിറ്റൽ ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ് നീറ്റ് ആൻഡ് ക്ലീൻ അല്ലെ? ഹോസ്പിറ്റലിന്റെ പരിസരവും ഹോസ്പിറ്റലിനകവും ഒക്കെ വൃത്തിയായിട്ടൊക്കെ, എപ്പോഴും പെട്ടെന്ന് ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാനൊക്കെ കൂടുതൽ സാധ്യതയുള്ള ഒരു ഇടമാണ് ഹോസ്പിറ്റൽസ് അല്ലെ? അപ്പൊ അതിന് എപ്പോഴും വൃത്തിയായിട്ട് എപ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടൊക്കെ ക്ലീൻ ചെയ്യണം. ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ചിലപ്പോൾ പേഷ്യൻസിനൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവരുടെ ബോഡിയിൽ നിന്നുള്ള ഫ്ലൂയിഡ്സ് എന്തെങ്കിലുമൊക്കെ താഴെ വീഴാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്പില്ല് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ക്ലീൻ ആക്കുക. അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിൽ എന്താ പറയാ, പേഷ്യൻസ് ആയിട്ടുള്ളവരുടെ മുറികൾ ക്ലീൻ ചെയ്യുക. ഡോക്ടേഴ്സ് ഇരിക്കുന്നുണ്ടാവും, അവരുടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളൊക്കെ അത്യാവശ്യമായിട്ടതൊക്കെ പൊടി തട്ടിയും മറ്റു കാര്യങ്ങളൊക്കെ വിൻഡോ പാനൽസിലൊക്കെ ഉള്ള ഇതൊക്കെ തട്ടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു സ്റ്റാഫ് മെമ്പേഴ്സിന് അവിടെ ക്ലീനിങ് വിഭാഗത്തിലൊക്കെ കുറച്ച് ആളുകളൊക്കെ ആവശ്യമുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ളവരെ ഇന്റർവ്യൂ ചെയ്യാൻ ഹോസ്പിറ്റലിന്റെ ചെയർമാൻ വേണമെന്നില്ല. അതാണ് പറയുന്നത് കേട്ടോ. അതായത് ഇന്റർവ്യൂ പാനലിനെ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ബോധത്തോടു കൂടിയാണ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്കറിയാം ഹൗസ് കീപ്പിംഗ് സെക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയാ ബോട്ടം ലെവൽ, ഒരു എന്താ പറയാ ഏറ്റവും താഴേക്ക് ലെവലിലുള്ള ഒരു കാറ്റഗറിയിൽപ്പെട്ട സ്റ്റാഫാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിന്റെ ചെയർമാന് അങ്ങനെയൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ്. മറ്റൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞത്, ഇഫ് യു ഹാവ് ടു ഇന്റർവ്യൂ എ മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, ഒരു ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ സൂപ്പറിൻറ്റൻഡിനെ, സൂപ്രണ്ടൊക്കെ നമ്മൾ അറിയില്ലേ, മെഡിക്കൽ സൂപ്രണ്ടിനെ എന്താ പറയാ ഇന്റർവ്യൂ ചെയ്യണം. അതിനേക്കാൾ താഴെയുള്ള നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്ത് വേണ്ട? ഇന്റർവ്യൂ പാനൽ വേണ്ട. അതിന് താഴെ വരിക അല്ലെ? മെഡിക്കൽ സൂപ്രണ്ടിന്റെ താഴെയാണ് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് വരിക. അപ്പം ആ മെഡിക്കൽ സൂപ്പറിൻറ്റൻഡിന്റെ ഇന്റർവ്യൂ ചെയ്യാനുള്ള പാനലിൽ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡിന്റെ ആവശ്യകതയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ഇന്റർവ്യൂസ് ആണ് നടക്കുന്നത് എന്ന് ആദ്യം തന്നെ നോക്കുക. എന്നിട്ട് വേണം പോയിട്ട് ഇന്റർവ്യൂ പാനലിനെ സെലക്ട് ചെയ്യാൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. അതാണ് പറഞ്ഞേക്കണേ. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞത് എന്താന്ന് മനസ്സിലായോ? നോക്കിയേ. എനി ഡൗട്ട്സ്? എന്തെങ്കിലും ചോദിച്ചോ? പറയും. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇന്റർവ്യൂ പാനലിനെ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ച് ഇന്റർവ്യൂല് ചെയ്യേണ്ട കുറച്ച് ആൾക്കാരെ വേണം, കുറച്ച് സ്റ്റാഫുകള്, അതായത് ഹോസ്പിറ്റൽസിലെ ഇന്റർവ്യൂസ് നടക്കുന്ന സമയത്ത് അവര് വേണം. ആ ഇന്റർവ്യൂ ചെയ്യേണ്ടത് ആരെയാണെന്ന്, ചെയ്യപ്പെടേണ്ട ആരാണെന്ന് നോക്കുക. അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ജോലിക്കാരെയാണ് നമ്മൾ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് എന്ന് നോക്കുക. അതനുസരിച്ചിട്ടുള്ള ഇന്റർവ്യൂ പാനലിനെ വേണം തിരഞ്ഞെടുക്കാൻ. അത്രേ ഉള്ളത്. അതിന് 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റില് സ്റ്റാഫിനെ വേണമെങ്കിൽ ഹോസ്പിറ്റലിന്റെ ചെയർമാൻ അവിടെ ഇന്റർവ്യൂ പാനലിൽ വേണമെന്നില്ല. അതുപോലെ തന്നെ നേരെ മറിച്ച് ഒരു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ്, ടോപ്പ് ലെവലിലുള്ള ഒരു സ്റ്റാഫാണ് മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഇന്റർവ്യൂ ചെയ്യാൻ, അങ്ങനെയുള്ള ഒരാളെ ഇന്റർവ്യൂ ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് റിക്രൂട്ട് ചെയ്യണമെങ്കിൽ ഒരു നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് പോരാതെ വരും ആ പാനലിൽ. ക്ലിയർ ആയോ?
മനസ്സിലായെന്ന് നോക്കാം. മനസ്സിലായെന്ന് എസ് എന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ മാത്രമേ ഞാൻ ഫോർവേഡ് പോകുള്ളൂ. അതല്ലെങ്കിൽ പിന്നീട് പറയാൻ പാടില്ലല്ലോ. ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കിക്കുക. ഓക്കെ, ഇനി അടുത്തത് കാറ്റഗറീസ് ആണ്. അതായത് നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞു എന്താ പറയാ, ഏത് ആളുകളെ, ഏത് സ്കെഡ്യൂളിൽ, ഏത് കാറ്റഗറിയിൽ പെട്ടിരിക്കുന്ന ആളുകളെ ആണ് ഇന്റർവ്യൂ ചെയ്യേണ്ടത് എന്നതിന്റെ ബേസിസിലാണ് ഇന്റർവ്യൂ പാനലിനെ സെലക്ട് ചെയ്യുക. ഇന്റർവ്യൂ പാനൽ എന്ന് പറഞ്ഞാൽ കുറച്ചധികം ആളുകൾ ഇരുന്നിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നതിനെയാണ്, അല്ലെ? ഒരാളല്ല, ഒരു എന്താ പറയാ, ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്ന രീതിയല്ല. ഇന്റർവ്യൂ പാനൽ എന്ന് പറയുമ്പോൾ ഒരു 2-3 പേരൊക്കെ ചിലപ്പോൾ ഇരുന്നിട്ട് വന്നിരിക്കുന്ന കാൻഡിഡേറ്റിനെ ഇന്റർവ്യൂ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള ഇന്റർവ്യൂ പാനലിലേക്ക് നമ്മൾ സെലക്ഷൻ നടത്തുന്ന സമയത്ത് ഏത് കാറ്റഗറിയിലേക്കുള്ള സെലക്ഷൻസ് ആണ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ആണ് നടക്കുന്നത് എന്നുള്ളത് ആദ്യം തന്നെ നോക്കണം, അല്ലെങ്കിൽ ആദ്യം തന്നെ ഡിസൈഡ് ചെയ്യണം. അതിനുശേഷം മാത്രമാണ് ഇന്റർവ്യൂ പാനലിനെ സെലക്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു, അല്ലെ? അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയാ, ഇന്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എളുപ്പത്തിന്, ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് അവിടുത്തെ മാനേജ്മെന്റ്, സ്റ്റാഫ് റിക്വയർമെന്റിന്റെ മാനേജ്മെന്റുകൾ തന്നെ ഈ പറയുന്ന ഏത് ലെവലിലുള്ള ആളുകൾ, ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളുകളെയാണ് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 1, 2, 3 അങ്ങനെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ഇന്ന കാറ്റഗറിയിൽ പെട്ട ആൾക്കാരാണെങ്കിൽ ഇന്ന ഇന്റർവ്യൂ പാനലാണ് ഇരിക്കേണ്ടത്. അടുത്തത് 2ാമത്തെ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ ഇന്ന ആളുകളാണ് അവരെ ഇന്റർവ്യൂ ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു ഇന്റർവ്യൂ പാനലിന് അവിടെ ഒരു കൺഫ്യൂഷൻസ് വരുന്നില്ല. അപ്പൊ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ, കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. 3 സെഗ്മെന്റുകളായിട്ടാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പേര് ടോപ്പ് മാനേജ്മെന്റ്, സെക്കൻഡ് വൺ മിഡിൽ ഓർ ജൂനിയർ മാനേജ്മെന്റ്, ആൻഡ് തേർഡ് വൺ ലോവർ കാറ്റഗറി സ്റ്റാഫ്. ഇങ്ങനെ 3 തട്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 3 തട്ടുകളില് ഏത് വിഭാഗത്തിൽ വരുന്നോ അതനുസരിച്ചിട്ടുള്ള ഇന്റർവ്യൂ പാനലിനെ അവിടെ കൊണ്ട് നമ്മൾ നിരത്താം. അപ്പൊ അതനുസരിച്ച് സൗകര്യത്തിന് മുമ്പിലിരിക്കുന്ന ആളുകളെ ആ പാനലിൽ എന്ത് ചെയ്യാം, ഇന്റർവ്യൂ ചെയ്യാം. ഇതാണ് സാധാരണ നടക്കുന്നതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇന്റർവ്യൂ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ആ സമയത്ത് ഓടിയിട്ട് എനിക്ക് തരില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും അന്വേഷിക്കുക, അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ടോപ്പ് ലെവലിലേക്കുള്ള ഒരു മാനേജ്മെന്റിൽ എന്താ പറയാ ആളുകളെയാണ് നമുക്ക് ഇന്റർവ്യൂ ചെയ്തെടുക്കേണ്ടതെങ്കിൽ ആ വിഭാഗത്തിൽ ആരൊക്കെയാണോ ഇന്റർവ്യൂ പാനലിൽ ഇരിക്കേണ്ടത് എന്ന് നേരത്തെ കൂടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അവർ തന്നെയാണ് അവിടെ ഇന്റർവ്യൂ പാനലിൽ വരേണ്ടത്. അതിന് വേണ്ടിയിട്ട് അവരുടെ ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരുടെ കൺവീനിയൻസ്, സൗകര്യം കൂടി അന്വേഷിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്റർവ്യൂവിന് വേണ്ട ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഇനി ലോവർ, ഏറ്റവും താഴെയുള്ളത് ലോവർ കാറ്റഗറി സ്റ്റാഫിനെയാണ് നമുക്ക് അപ്പോയിന്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യേണ്ടതെങ്കിൽ അപ്പൊ ആ ലോവർ കാറ്റഗറിയുടെ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഏത് ആൾക്കാരാണ് ഇന്റർവ്യൂ പാനലിൽ വരേണ്ടതെന്ന് നേരത്തെ തന്നെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ടൈമും ഡേറ്റും ഒക്കെ അന്വേഷിക്കുക ഇന്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കാറ്റഗറീസ് ഇതൊക്കെയാണ്: ടോപ്പ് മാനേജ്മെന്റ്, മിഡിൽ ആൻഡ് ജൂനിയർ മാനേജ്മെന്റ്, ആൻഡ് ഓൾസോ ലോവർ കാറ്റഗറി സ്റ്റാഫ്. അതിന് ഉദാഹരണങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇനി നോർമൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ഒക്കെ നടക്കുകയാണെങ്കിൽ, സാധാരണ രീതിയിലുള്ള റിക്രൂട്ട്മെന്റുകളൊക്കെ നടക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി അഡ്രസ്ഡ് ബൈ ദ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്. ഏതൊക്കെ അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിന് എന്ത് ചെയ്യാം, അത് സജസ്റ്റ് ചെയ്യാം. ഏത് ഡെസിഗ്നേഷനിലുള്ള ആൾക്കാരാണ് വേക്കൻസീസ് ഒക്കെ വരുന്നതനുസരിച്ച് അവർക്ക് അത് പറഞ്ഞു കൊടുക്കാം. ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ, ഹൗസ് കീപ്പിംഗ് മാനേജർ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ കൂടെ ഒപ്പം നമ്മുടെ റിസോഴ്സ് മാനേജറും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്ററും ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം ആളുകളുടെ നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെയാണ് നമുക്ക് അപ്പോയിന്റ് ചെയ്യേണ്ടതെങ്കിൽ അതായത് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് വേണം, പിന്നെ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ, അതുപോലെ ഹൗസ് കീപ്പിംഗ് മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, മാത്രമല്ല ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ റിക്രൂട്ട്മെന്റുകളൊക്കെ നടത്താൻ സാധിക്കും, അല്ലെങ്കിൽ ഇന്റർവ്യൂസ് നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറിയിലാണെങ്കിൽ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്, മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, പിന്നെ അതാതിന്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ഓഫ് കോഴ്സ് HR മാനേജർ മിക്കവാറും എല്ലായിടത്തും ഉണ്ടായിരിക്കും, പിന്നെ അഡ്മിനിസ്ട്രേഷൻ മാനേജർ.
ഉണ്ടായിരിക്കും. അഡ്മിനിസ്ട്രേറ്റർ, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് നമ്മളുടെ വിഭാഗം, അവരുണ്ടായിരിക്കും. അങ്ങനെ ഏത് രീതിയിലുള്ള ഇന്റർവ്യൂസ് ആണോ നടക്കുന്നത് അത് അങ്ങനെയൊക്കെ ആ രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇന്റർവ്യൂസ് നടത്തേണ്ടത്. ഇത് വളരെ കുറച്ചും കൂടി മനസ്സിലാകുന്ന രീതിയിൽ തൊട്ട് താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ കുറച്ചും കൂടി നന്നായിട്ട് അത് ആ ഒരു എന്താ പറയാ ഒരു ബുള്ളറ്റ് ഇട്ട് അവര് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന ആളുകളാണ് ഇന്ന കാറ്റഗറിയിലുള്ള ആളുകളെ ഇന്റർവ്യൂ ചെയ്യേണ്ടത്, ആ ഇന്റർവ്യൂ പാനലിൽ ഇവരൊക്കെയാണ് വരേണ്ടതെന്ന് താഴെ ഒരു കുറച്ച് എന്താ പറയാ ചെറിയ ചെറിയ പോയിന്റുകളായിട്ടൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇവിടെയും ഈ പാരഗ്രാഫിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഇങ്ങനെ 3 തട്ടായിട്ട് 3 സെഗ്മെന്റുകളായിട്ട് ഈ പറയുന്ന കാറ്റഗറീസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് മാനേജ്മെന്റ് എന്നും മിഡിൽ ഓർ ജൂനിയർ മാനേജ്മെന്റ് എന്നും ലോവർ കാറ്റഗറി സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ആ ഒരു എന്താ പറയാ ഹോസ്പിറ്റൽ വരെയുള്ള, അതായത് ഹൗസ് കീപ്പിംഗ് മാനേജർ, HR മാനേജർ ഒക്കെയാണ് ഒരു സാധാ ഏതെങ്കിലും ഒരു നോർമൽ സ്റ്റാഫിനെ നമുക്ക് റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെയൊക്കെ അഡ്രസ് മതി, അല്ലെങ്കിൽ അവര് അഡ്രസ് ചെയ്താൽ അല്ലെങ്കിൽ അവര് പരിചയപ്പെടുത്തുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് വേണമെങ്കിൽ അപ്പോയിന്റ്മെന്റുകളൊക്കെ നടത്താം, റിക്രൂട്ട് ചെയ്യാൻ സാധിക്കും, ഇന്റർവ്യൂസ് ചെയ്യാനും സാധിക്കും എന്നുള്ളത് പറഞ്ഞു. അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. കാരണം അതിന്റെ തൊട്ട് ഭാഗം താഴെയുള്ള ഭാഗം ഇവിടെ നമുക്ക് ഇങ്ങനെ പോയിന്റ് തന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും കുറച്ചും നിങ്ങൾക്ക് വായിച്ചാൽ എളുപ്പം മനസ്സിലാകുക. ആ പാരഗ്രാഫ് അത്രയും നീളത്തിൽ നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വരെ ഒന്ന് വായിച്ചു നോക്കിയേ, ആ 2 സെന്റൻസ് വായിച്ചു നോക്കിയാൽ മതി. അത് തന്നെ എക്സ്പ്ലനേഷനേക്കാൾ താഴെ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സിമിലർലി എന്ന് തുടങ്ങുന്നത് വേണമെന്നില്ല, അത് താഴെ ഉണ്ട് കേട്ടോ. ഒരു സ്പെസിമെൻ ഓഫ് ഇന്റർവ്യൂ പാനൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്റർവ്യൂ പാനലിന്റെ സ്പെസിമെൻ അവിടെ കാണിച്ചത് നമുക്ക് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി എളുപ്പം ക്ലിയർ ആകും എല്ലാവർക്കും. ആ കാറ്റഗറൈസ് ചെയ്തു എന്നുള്ളത് പഠിക്കുക. പിന്നെ നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് HOD ആണ്. ആ HODയുടെ ഒപ്പം തന്നെ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ, മാനേജർ, പിന്നെ എന്താ പറയാ HR മാനേജർ, അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം അടുത്തത് സ്പെസിമെൻ ഓഫ് ഇന്റർവ്യൂ പാനൽ. ഇന്റർവ്യൂ പാനലിന്റെ ഒരു സ്പെസിമെൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവര് നമ്മൾ പറഞ്ഞല്ലോ ഏതാണ് ടോപ്പ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ മിഡിൽ ഓർ ജൂനിയർ മാനേജ്മെന്റ്, ലോവർ കാറ്റഗറി സ്റ്റാഫ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ ടാലന്റ് അക്വിസിഷൻ ഫോർ ഹൈ ഒഫീഷ്യൽസ്, ഏറ്റവും ഉയർന്ന രീതിയിൽ സീനിയർ ആയിട്ടുള്ള മാനേജ്മെന്റ് കാറ്റഗറിയിൽ, അതായത് ടോപ്പ് മാനേജ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ എന്ന് വെച്ചാൽ വൈസ് പ്രസിഡന്റ്, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, സീനിയർ മാനേജേഴ്സ്, ഇവരെയൊക്കെ എന്ത് ചെയ്യണം, റിക്രൂട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തണമെങ്കിൽ വേണ്ട ആളുകളുടെ എണ്ണമാണ്, അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ പാനലിൽ വേണ്ട ആളുകളാണ് പറഞ്ഞിരിക്കുന്നത്. ചെയർമാൻ, കോർപ്പറേറ്റ് ഓഫ് GM ഓർ ജനറൽ മാനേജർ അഡ്മിൻ, ടെക്നിക്കൽ ഹെഡ്, GM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ്. അപ്പൊ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒന്നാമത്തേത് ഹൈ ഒഫീഷ്യൽസ്, രണ്ടാമത്തേത് ഇവിടെ പറയുന്നുണ്ട് ജൂനിയർ ഓർ മിഡിൽ കാറ്റഗറി എന്ന് പറഞ്ഞല്ലോ അത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റാഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ സബ് സ്റ്റാഫ്, അതായത് നമ്മുടെ ലാസ്റ്റ് ഏറ്റവും താഴെയുള്ള ലോവർ കാറ്റഗറിയിലുള്ള സ്റ്റാഫ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകം രീതിയിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഇന്റർവ്യൂ പാനലിലെ ആളുകൾ വേണ്ടത്. ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹൈ ഒഫീഷ്യൽസ് ആണ്. ആ ഹൈ ഒഫീഷ്യൽസിന്റെ സ്ഥാനമാണ് പറഞ്ഞിരിക്കുന്നത്. ജനറൽ മാനേജറോ വൈസ് പ്രസിഡന്റോ അസിസ്റ്റന്റ് ജനറൽ മാനേജറോ സീനിയർ മാനേജേഴ്സോ ഒക്കെ ആണെങ്കിൽ എന്താണ്, ചെയർമാൻ, കോർപ്പറേറ്റ് GM ജനറൽ മാനേജർ, കോർപ്പറേറ്റ് അല്ലെങ്കിൽ GM അഡ്മിൻ ആണ്. പിന്നെ ടെക്നിക്കൽ ഹെഡ്, പിന്നെ അതുപോലെ തന്നെ GM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ GM. ഇങ്ങനെയുള്ള ആൾക്കാരാണ് അവരെ എന്ത് ചെയ്യേണ്ടത്, ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പാനലിൽ വേണ്ടത്. ഇനി രണ്ടാമത്തെ ഘട്ടം സെഗ്മെന്റ് ആയിട്ടുള്ള ടാലന്റ് അക്വിസിഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി, മിഡിൽ മാനേജ്മെന്റ്, രണ്ടാമത്തെ കാറ്റഗറിയിൽ പെട്ടിരിക്കുന്ന ആ ഒരു വിഭാഗം എന്ന് പറയുന്നത് മാനേജേഴ്സ്, അസിസ്റ്റന്റ് മാനേജേഴ്സ്, അതുപോലെ സൂപ്പർവൈസേഴ്സ് ആണെങ്കിൽ മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ് ഡെസിഗ്നേറ്റഡ് ബൈ ചെയർമാൻ ഡെസിഗ്നേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് റെപ്രസെന്റേറ്റീവ്, പിന്നെ GM അഡ്മിൻ,
കൺസേൺഡ് HOD, ആ വിഭാഗത്തിൽ പെട്ടിരിക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്, അതാണ് HOD കൺസേൺഡ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത്. പിന്നെ ഹ്യൂമൻ റിസോഴ്സസും മിക്കവാറും എല്ലാത്തിലും ഉണ്ടാവും, ജനറൽ മാനേജർ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ആൻഡ് തേർഡ് കാറ്റഗറി, അതായത് ലോവർ കാറ്റഗറി സ്റ്റാഫ് ആണെങ്കിൽ അതിനകത്ത് വരുന്ന ആ ഒരു സ്റ്റാഫുകളുടെ പേര് പറയുന്നത് സ്റ്റാഫ് മെമ്പേഴ്സ്, സബ് സ്റ്റാഫ്, ഫ്രണ്ട് ഓഫീസ്, അക്കൗണ്ട് സ്റ്റാഫ്, ക്ലാസ് 4 സ്റ്റാഫ്, ഏറ്റവും താഴെയുള്ളത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൺസേൺഡ് HOD, ഏത് വിഭാഗത്തിലേക്കുള്ള ആൾക്കാരെയാണോ ഇന്റർവ്യൂ ചെയ്യേണ്ടത് അതിന്റെ HOD. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്തായാലും ഉണ്ടായിരിക്കണം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററും. ഇങ്ങനെ തരം തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഒരു ആളുകളെ ഇന്ന പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ളവരെ ഇന്ന ഒരു പാനലിലുള്ള ആളുകളാണ് വേണ്ടത് എന്ന് 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ആ അവിടെ സെന്റൻസ് ആയിട്ട് പാരഗ്രാഫിൽ പറഞ്ഞത് തന്നെ ഇവിടെ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ നമ്മൾ അങ്ങനെ പഠിച്ചാൽ മതി. ഏത് ടോപ്പ് ഓർ ഹൈ ഒഫീഷ്യൽസിനെ ആണെങ്കിൽ അവർക്ക് എക്സാമ്പിൾ നല്ല ആരാണ് ആ വിഭാഗത്തിൽ വരുന്നത്, വൈസ് പ്രസിഡന്റ്, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, സീനിയർ മാനേജേഴ്സ്, അങ്ങനെ ആ വിഭാഗത്തിനെ ആണെങ്കിൽ ചെയർമാന്, കോർപ്പറേറ്റീവ്, അങ്ങനെ ആ രീതിയിൽ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇന്നത്തെ വിഭാഗം ഇന്നവരാണ് ഇന്റർവ്യൂ പാനലിൽ വരേണ്ടത്. സെക്കൻഡ്, ജൂനിയർ ഓർ മിഡിൽ കാറ്റഗറി ആണെങ്കിൽ ഇന്നവരാണ് ആ പാനലിൽ വരേണ്ടത്. അങ്ങനെ ലോവർ കാറ്റഗറിയിൽ ഇവരൊക്കെയാണ്. അത് അങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ മതി. നിങ്ങൾ ആ പാരഗ്രാഫിനേക്കാളും കുറച്ചുകൂടി എളുപ്പമല്ലേ ഇങ്ങനെ കണ്ടപ്പോ, അല്ലേ? ആണോ? യെസ്. ഒന്ന് നോക്കിയേ നിങ്ങള്. അതിന്റെ ഒരു സ്പെസിമെൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇന്റർവ്യൂ പാനലിന്റെ. ഓക്കെ, ഒന്ന് നോക്കാം. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയിട്ട്. ഓക്കെ, യെസ്. അടുത്തൊരു ഇങ്ങനെയുള്ളതൊക്കെ ഇതൊക്കെ സിമ്പിൾ ആണ് കേട്ടോ. ഇത് ഇങ്ങനെ കോൾ ലെറ്റർ അയക്കുന്നത്, കോൾ ലെറ്ററിന്റെ ഫോർമാറ്റ്, പിന്നെ ഒരു ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്താണെന്നൊക്കെ പറയത്തുള്ളൂ. സിമ്പിൾ ആണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ അടുത്തത് എന്താന്ന് നോക്കിയേ. അപ്പൊ നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള പാനലിനെയൊക്കെ ഡിസൈഡ് ചെയ്ത് വെച്ചു. ഇനി ഡിസൈഡ് ചെയ്താൽ മാത്രം പോരല്ലോ, അതിന് ഫൈനലൈസ് ചെയ്യുന്നത് മുമ്പ് ഇറ്റ് ഷുഡ് ബി ഇന്റിമേറ്റഡ് ടു ദ ഇന്റർവ്യൂ പാനൽ. ഇന്റർവ്യൂവിലെ പാനലിൽ ഇരിക്കുന്ന മെമ്പേഴ്സ് ആരാണോ അവരോട് അത് ഇന്റിമേറ്റ് ചെയ്യണ്ടേ, അതവരെ അറിയിക്കണ്ടേ, ഞങ്ങൾ നിങ്ങളൊക്കെയാണ്. കാരണം ഇത് ഒബ്വിയസ്ലി നമുക്കറിയാം, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് ഏത് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെയാണോ നമുക്ക് ഇന്റർവ്യൂ ചെയ്യേണ്ടത്, അപ്പൊ ഇന്ന ആൾക്കാരൊക്കെയാണ് അതിനകത്ത് ആ ഇന്റർവ്യൂ പാനലിൽ വരട്ടെ എന്ന് ഓൾറെഡി അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അവരെ സമീപിക്കണം, അവരോട് പറയണം. അല്ലാണ്ട് ഇത് ഇന്ന ആളെ റിക്രൂട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ, ഇന്റർവ്യൂല് വരേണ്ടത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അവരെ ആ സ്റ്റാഫിൽ വേണ്ട ഒരു ഇന്റർവ്യൂ നടത്തണമെങ്കിൽ നിങ്ങൾ തന്നെ അത് ചെയ്യണേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ പോരാ. അങ്ങനെ നമ്മൾ പറഞ്ഞ് ജയിക്കാൻ പറ്റില്ല. അവരെ അത് അറിയിച്ചിരിക്കണം, ഇന്റിമേറ്റ് ചെയ്യണം. ഇന്ന കാര്യമുണ്ട്, ഇന്ന ഒരു ആളുകളെ നമുക്ക് സ്റ്റാഫായിട്ട് വേണം, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ നടത്തണം എന്നുള്ള കാര്യം അവരെ അറിയിക്കണം. വെറുതെ പോയിരുന്ന് അവരോട് ഇത്ര ആൾക്കാരെ നമുക്ക് റിക്രൂട്ട് ചെയ്യാനുണ്ട്, അവർ ഇന്റർവ്യൂ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വഴിക്ക് പോകാതിരുന്നിട്ട് കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് അവരെയൊക്കെ ഓർമ്മിപ്പിക്കണം. വലിയ വലിയ ആൾക്കാർക്ക് അവരുടേതായ തിരക്കൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെയല്ലേ, ചില വലിയ വലിയ ആളുകളെ കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണ്ടേ. അത്
അതുപോലെ ഇന്റർവ്യൂ പാനൽ ഷുഡ് ബി ഓൾവേസ് റിമൈൻഡഡ് അബൌട്ട് ദാറ്റ് ഇന്റർവ്യൂവിനെ കുറിച്ച് അവരോട് ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക ഓർമ്മിപ്പിക്കണം. ആൻഡ് ഓൾസോ റീകൺഫർമേഷൻ അവരിൽ നിന്ന് വാങ്ങിച്ചിരിക്കണം. റീകൺഫർമേഷൻ ഓർലി വാങ്ങിച്ചാൽ പോരാ, അതുകൊണ്ട് അവർ പറഞ്ഞ പോലെ ശരി ഓക്കെ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ പോലെ റൈറ്റിംഗില് ഒരു റൈറ്റിംഗ് ഡോക്യുമെന്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, അവരിൽ നിന്ന് അത് വാങ്ങിച്ചിരിക്കണം. അതെങ്ങനെയാണ് വാങ്ങിക്കേണ്ടത്? റിട്ടേൺ ആയിട്ട് വായിക്കണം ജസ്റ്റ് ബിഫോർ 2 days അല്ലെങ്കിൽ കപ്പിൾ ഓഫ് ഡേയ്സ് എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. കപ്പിൾ ഓഫ് ഡേയ്സ് പറഞ്ഞാൽ 2 ദിവസം മുമ്പ്, അതായത് നമ്മൾ ഇന്റർവ്യൂ നടത്തേണ്ട ആ ഡേറ്റ് എന്നാണോ അതിന് 2 ദിവസം മുമ്പ് അവരിൽ നിന്ന് ഒരു റിട്ടേൺ എന്താ പറയാ ഒരു സൈൻ ചെയ്ത് ഒരു പേപ്പർ വാങ്ങിക്കണം, അവരെ അറിയിച്ചുകൊണ്ട് എന്താണ് ഇന്റർവ്യൂ നടക്കുന്ന ഡേറ്റിന്റെ കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട്. ആൻഡ് അത് അവരുടെ പ്രസൻസിൽ തന്നെ അവരെ കൊണ്ട് അത് എഴുതിപ്പിച്ചു അല്ലെങ്കിൽ ഒപ്പിട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തണം. ഓക്കെ, അതിനുശേഷം ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം വിച്ച് ഈസ് സൈൻഡ് by the issuer and also signature of the panel member. അതിനുശേഷം അതൊരു മെമ്മോറാണ്ടം ത്രൂ അറിയിക്കണം. ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കണം. അതിനകത്ത് ആ മെമ്മോറാണ്ടത്തിന് എന്താ പറയാ ആരാണ് ആ മെമ്മോറാണ്ടം ഇഷ്യൂ ചെയ്തതെന്നും അതിനകത്ത് ഇന്റർവ്യൂ പാനലിൽ ഇരിക്കേണ്ട മെമ്പേഴ്സ് ആരൊക്കെയാണ് അവരെ കൊണ്ടൊക്കെ സൈൻ ചെയ്യിച്ച് അതും വാങ്ങിച്ച് തയ്യാറാക്കി വെക്കണം. ഓക്കെ, അപ്പോ റീകൺഫർമേഷൻ വാങ്ങിക്കുന്നത് അങ്ങനെയാണ്, ഒപ്പിട്ട വാങ്ങിക്കേണ്ടത്. അതിനുശേഷമാണ് എന്താ പറയാ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം തയ്യാറാക്കിയിട്ട് അതിനകത്തും അവരുടെ എന്താ പറയാ ഒപ്പ് വാങ്ങിച്ചതിന് ശേഷം അതിനകത്ത് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇന്റർവ്യൂ നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കറക്റ്റ് ആയിട്ട് വെക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കണം? ആ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടം അതാണ്ടത് IOM എന്ന് അതിനെ ഷോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ IOM-ല് അതായത് ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ IOM നമ്പർ ഉണ്ടായിരിക്കണം, IOM-ന്റെ ഡേറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഏത് ഓഫീസറിൽ നിന്നാണ് ആർക്കാണ് ഇത് അഡ്രസ് ചെയ്തിരിക്കുന്നത്, ആർക്ക് ഇന്ന ആള് ഹ്യൂമൻ റിസോഴ്സ് മാനേജറാണ് തീർച്ചയായിട്ടും ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ ഇവരെയൊക്കെ അറിയിക്കാം. അപ്പൊ അത് ആരെയാണ് അറിയിച്ചേക്കണേ? ഇന്റർവ്യൂവില് പാനലിൽ പങ്കെടുക്കേണ്ട മെമ്പേഴ്സിനെയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ കൃത്യമായി സ്പെസിഫൈ ചെയ്ത് അവിടെ പറഞ്ഞിരിക്കണം. മറ്റ് ഒഫീഷ്യൽ ലെറ്റേഴ്സ് നമ്മൾ എഴുതുന്നത് പോലെ കത്തുകളൊക്കെ എഴുതൂലേ, അതിനകത്ത് നമ്മൾ കുറെ ഒഫീഷ്യൽ ലാംഗ്വേജസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ മാത്രമല്ല സാലൂട്ടേഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഡിയർ മാഡം അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ എന്നൊക്കെ പറഞ്ഞ് നമ്മള് സാലൂട്ടേഷൻസ് ഉപയോഗിക്കില്ലേ? ഇത് അതിന്റെ ഒരു റെസ്പെക്ട് കൊടുത്തുകൊണ്ട് നമ്മളിങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് കത്തിലൂടെ അങ്ങനത്തെ സാലൂട്ടേഷൻസ് ലൈക്ക് ഡിയർ സർ, ഡിയർ മാഡം ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇവിടെ. അതൊക്കെ അവോയ്ഡ് ചെയ്യാം. ആൻഡ് ഓൾസോ ഫോർമാലിറ്റീസ് ലൈക്ക് താങ്കിങ് യു, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് സിൻസിയർലി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പറയുന്ന ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ ഉൾപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള ഒഫീഷ്യൽ ലാംഗ്വേജസ് ഒക്കെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എന്തായാലും ഈ ഇന്റർ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ അതായത് IOM-ന്റെ ഡേറ്റ്, നമ്പർ അതൊക്കെ വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. ആരാണ് ഇത് എന്താ പറയാ ഈ മെമ്മോറാണ്ടം ഉണ്ടാക്കി, ആരിൽ നിന്നൊക്കെയാണ് ഒപ്പ് വാങ്ങിച്ചത് അങ്ങനെ അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഈ IOM ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ ഒരു ഫോർമാറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്റർ ഓഫീസർ മെമ്മോറാണ്ടത്തിന്റെ IOM നമ്പർ എയിംസ് ഹോസ്പിറ്റൽസിന്റെ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. AIMS അത് 2022-23 എന്ന് പറയുന്നത് അത് ഇങ്ങനെ ഒരു നമ്പറാണ്. അതിന്റെ IOM-ന് ഒരു നമ്പർ ഉണ്ടാവുമല്ലോ, /HR IOM /36 IOM ഡേറ്റ് ചെയ്തിരിക്കുന്നത് 20th April 2022 എന്ന് പറഞ്ഞിട്ട് അത് HR മാനേജറാണ് അത് പ്രിപ്പയർ ചെയ്ത് ഇഷ്യൂ ചെയ്തത്. അത് ആർക്കാണ്? ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ്, ചെയർമാൻ, അഡ്മിനിസ്ട്രേറ്റർ, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്, മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്. അപ്പൊ ഇവരുടെ ഒപ്പുമേറ്റ് ചെയ്യണം ഇവർക്ക്. ഓക്കെ, അപ്പൊ ഇവർക്കൊക്കെയാണ് ഈ കൊടുക്കണേ, ഈ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാനുള്ള മെമ്മോറാണ്ടം കൊടുക്കുന്നത് ഇവർക്കൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ നിന്നൊക്കെ ഒപ്പ് വാങ്ങിച്ചിരിക്കണം. ഇനി അതിന്റെ സബ്ജക്ട് പറഞ്ഞത് എന്തിനു വേണ്ടിയുള്ള മെമ്മോറാണ്ടം ആണ്? ഇന്റർവ്യൂ ഫോർ വേരിയസ് പോസ്റ്റ്, പല പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി അതാണ് അതിന്റെ സബ്ജക്ട്. അതിന്റെ റെഫറൻസ് പറയുന്നുണ്ട്. അവർ ടെലിഫോണിക് കോൾ ഓൺ 18th April 2022. അതെന്താ 18th April 2022? ആ ടെലിഫോണിക് കോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും? ടോക്ക്, ടെലിഫോണിക് കോൾ അല്ലെങ്കിൽ ടോക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, ഇന്ന ഡേറ്റിലാണെന്ന് നേരത്തെ കൺഫേം ചെയ്തിട്ടുണ്ടല്ലോ, റീകൺഫർമേഷൻ ഒക്കെ. അതിനുശേഷമാണ് റിട്ടേൺ ആയിട്ട് 2 ദിവസം മുമ്പ് ഇവരെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് തൊട്ട് മുമ്പുള്ള 2 ദിവസം മുമ്പ് എഴുതി ഒപ്പിട്ടത് വാങ്ങിക്കുന്നത്. മനസ്സിലായി? അപ്പൊ നമ്മളന്ന് 18ാം തീയതി സംസാരിച്ച ആ ഒരു ഇതിന്റെ കാര്യങ്ങൾ കൊണ്ടുള്ള ഒരു റെഫറൻസുമായിട്ടാണ് ഈ ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ട്. അതൊക്കെ എഴുതി തയ്യാറാക്കി സൈൻ ചെയ്ത് ഒക്കെ റെഡിയാക്കി വെച്ചതിനൊക്കെ ശേഷം മാത്രമാണ് ഇന്റർവ്യൂസ് ഒക്കെ നടക്കുള്ളൂ. അപ്പോഴും ഇന്റർവ്യൂലേക്ക് ആയിട്ടില്ല. ഇനി അതിന്റെ തൊട്ട് താഴെ ഒരു കാര്യമുണ്ട്. ഡിയർ ഓൾ, പ്ലീസ് refer to our tele-talk of 18th April instead regarding the confirmation of proposed interview scheduled on 20th April 2022 for various posts. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ 20-ാം തീയതി ഏപ്രിൽ 20-ാം തീയതി 2022 ഒരു ഇന്റർവ്യൂ, പല പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെലിടോക്ക്, ടെലിഫോണിക് ഒരു ടോക്ക് നമ്മൾ നടത്തിയിരുന്നു. അതുമായി റെഫർ ചെയ്തിട്ടുള്ള മെമ്മോറാണ്ടമാണിത്. ആസ് confirmed by you, this is a confirmation and a reminder for planning your schedule accordingly. അതനുസരിച്ച് നിങ്ങളുടെ സമയം സൗകര്യം കൃത്യമായിട്ട് സ്കെഡ്യൂൾ ചെയ്ത് അത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലാൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു റീകൺഫർമേഷൻ ആണ് ഈ ഒരു കത്ത് അല്ലെങ്കിൽ ഈ ഒരു മെമ്മോറാണ്ടം. You shall be present at the scheduled venue at 10 AM. 10 മണിക്ക് കൃത്യമായിട്ട് നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക ഇന്റർവ്യൂവിലേക്ക് നിങ്ങൾ പ്രസന്റ് ആയിരിക്കുമെന്ന് ഹോപ്പ് ചെയ്യുന്നു, പ്രതീക്ഷിക്കുന്നു. റിഗാർഡ് HR മാനേജർ തയ്യാറാക്കിയ മെമ്മോറാണ്ടവും അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റും ആണ് ആ കണ്ടത്. അതൊരു എക്സാമ്പിൾ ആണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ പാനലിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂവിൽ വരുന്ന പാനൽസ് ആരൊക്കെയാണോ അവർക്കൊക്കെ ഇത് ഫോർവേഡ് ചെയ്തിരിക്കണം. എന്നിട്ട് അവർക്ക് അവരിൽ നിന്ന് സിഗ്നേച്ചർ വാങ്ങിച്ചിരിക്കണം. HR മാനേജറും സൈൻ ചെയ്തിരിക്കണം. ഈ പറയുന്ന ആളുകൾ ഇന്റർവ്യൂ പാനലിലുള്ള മെമ്പേഴ്സും അത് സൈൻ ചെയ്തിരിക്കണം. ക്ലിയർ ആയോ? എനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. എത്ര എടുക്കുന്നുണ്ട്? കോൾ ലെറ്റർ നമ്മൾ അടുത്ത ദിവസം എടുത്താൽ മതി. ക്ലിയർ ആയോ? നമ്മളിന്ന് എത്ര പേജ് എടുത്തു? അധികം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറെ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങള് വഴക്കൂടിയാലായിരുന്നോട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ട് 3 പേജുകളെങ്കിലും കുറച്ച് പടവും പിന്നെ ഇതുപോലെയുള്ള ബോക്സ് ഒക്കെ ആയിരുന്നു. 4 പേജിന്റെ എണ്ണം നോക്കിയിട്ട് മാത്രം കാര്യമില്ല. കാരണം സിമ്പിൾ അല്ലേ, കുറച്ച് വെറുതെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ വലിച്ചു പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ അത് എക്സാമ്പിൾസ് ഒക്കെ സഹിതം പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്, അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് കൊണ്ടാണ് അത്ര ലെങ്തി ആയിട്ട് പേജസിന്റെ എണ്ണം കൂടിയത്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യമേ പറഞ്ഞുള്ളൂ അല്ലെ. ജോബ് അന്വേഷിക്കുന്ന ആളുകളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുക്കുന്ന കാര്യം പറഞ്ഞു, ഇന്റർവ്യൂവിനെ കുറിച്ച് പറഞ്ഞു, ഇന്റർവ്യൂ പാനലിൽ ആരൊക്കെ വേണമെന്ന് പറഞ്ഞു, അതെങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ പാനലിന്റെ സമ്മതമൊക്കെ വായിക്കുന്ന ഒരു എന്താ പറയാ മെമ്മോറാണ്ടം, ഓഫീസ് മെമ്മോറാണ്ടത്തെ കുറിച്ച് പറഞ്ഞു. ഇത്രയും പറഞ്ഞു കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കി എടുക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? പരീക്ഷയൊക്കെ എഴുതിയില്ലേ ഇന്നലെ? ഇന്ന് ആർക്കാ മെയിൻ പരീക്ഷയാണ് അല്ലെ? 6th മെയിൻ ഇല്ലേ? പേപ്പർ നമ്പർ 6 ആരും ഇരിക്കണില്ലേ അവിടെ? PG-യിലില്ല? ഇല്ലെന്ന് തോന്നുന്നു. ഇന്നെല്ലാവരും അവധി എടുത്തേക്കായിരിക്കും എക്സാം ഉള്ളതുകൊണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നീ എവിടെ നിർത്തിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികമായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്.
എക്സാം ഉള്ള ഒരാൾക്കൊന്നും കയറിയിട്ടില്ല എന്ന് തോന്നുന്നു. മിസ് പിജിയുടെ ടെക്സ്റ്റ് ആയിട്ടുണ്ടോ? ടെക്സ്റ്റ് ആർക്കും കിട്ടിയിട്ടില്ലേ? ഇല്ല. ഇല്ല അല്ലേ? ടെക്സ്റ്റ് അറിയിക്കാന്നാണ് അവര് പറഞ്ഞത്. പ്രിന്റ് അടിക്കുന്ന അറിയിക്കാന്നാ പറഞ്ഞ, പ്രിന്റ് ചെയ്യുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഒരു വിവരവും ഇല്ല. പറഞ്ഞതല്ലോ. കുറച്ചു പേര് ഇവിടെ ആരോ അനിത കിട്ടിയെന്ന് പറയുന്നല്ലോ. അയച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്, ഇതുവരെ വന്നില്ല. ആണോ? കറക്റ്റ്. നിങ്ങൾക്ക് ചിലർക്ക് ചിലപ്പോ പ്രിന്റ് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും അയച്ചേക്കണേ. നമ്മൾ ഓർഡർ ചെയ്തതും അനുസരിച്ചിട്ടും അതുപോലെ തന്നെ പ്രിന്റിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് രണ്ടും കൂടിയും ഇതാക്കിയിട്ടാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കിട്ടുമായിരിക്കും. നമ്മൾ അതുകൊണ്ടാണ് ഇച്ചിരി പതുക്കെ പോകാനാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു മൊഡ്യൂൾ തീരാറായി തോന്നുന്നു അല്ലെ? 3 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. നമുക്ക് 8 ചാപ്റ്റേഴ്സ് വീതമുള്ള 3 മൊഡ്യൂൾസ് ആണ്. ഓക്കെ. മാം, ഓരോ മൊഡ്യൂൾ കഴിഞ്ഞാല് എക്സാംസ് ഉണ്ടാവോ? അത് ഒന്ന് ഞാനേ അന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. നോക്കിയിട്ട് പറയാം ഞാൻ. നമുക്ക് കഴിയുമ്പോൾ ഡൗട്ട് ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ. ഓക്കെ. അപ്പൊ നിങ്ങളൊന്ന് വായിച്ചൊക്കെ നോക്കിക്കോ. ഇത് സിമ്പിൾ, ചാപ്റ്റർ സിമ്പിൾ ആണ്. ഓക്കെ. യെസ്, ബൈ. അടുത്ത ദിവസം. താങ്ക് യു.